പശ്ചിമബംഗാളിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫാൾട്ടയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ്. ഫാൾട്ട മണ്ഡലത്തിലാണ് റീപോളിംഗ് നടക്കാൻ പോകുന്നത്. ഈ മാസം 21-ന് റീപോളിംഗ് നടക്കും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ EVM അട്ടിമറി അടക്കം ആരോപിച്ച 15 ബൂത്തുകളിൽ ഇതിനോടകം റീപോളിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇനി 24-ന് വോട്ടെണ്ണൽ, ഈ മാസം 21-ന് പോളിംഗ് അല്ലേ? രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും വലിയ സംഘർഷം നടന്ന മേഖല ഫാൾട്ടയായിരുന്നു. സൗത്ത് പർഗാനസ് ജില്ലയിൽ തന്നെയാണ് ഈ ഫാൾട്ടയും ഉള്ളത്. പക്ഷേ ഫാൾട്ട മണ്ഡലത്തിൽ ഇന്ന് എവിടെയും റീപോളിംഗ് നടന്നിരുന്നില്ല. ഫാൾട്ടയിൽ ഒരു പ്രത്യേക വിഷയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മറ്റു 2 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ ഫാൾട്ടയിൽ ചില വോട്ടർമാർ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ജഹാംഗീർ ഖാൻ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. പിന്നീട് കേന്ദ്രസേന ഇടപെട്ട് അത് നിയന്ത്രിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാൾട്ടയിൽ ഒരു ഫ്രഷ് ഇലക്ഷൻ, ഒരു പുതിയ ഇലക്ഷൻ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥികൾ വരെ പുതുതായി ചുമതലപ്പെടുത്താൻ നിയോഗിക്കാൻ കഴിയുന്ന തരത്തിലൊരു പുതിയ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. മെയ് 21-ന് തെരഞ്ഞെടുപ്പ് നടക്കും. 24-ാം തീയതി ആ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ നടക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഫാൾട്ട മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ നീക്കത്തോട് ഇപ്പോൾ അഭിഷേക് ബാനർജി, തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. 10 ജന്മമെടുത്താലും തന്റെ ഡയമണ്ട് ഹാർബർ മോഡലിനെ ഒരു തരത്തിലും മുറിവേൽപ്പിക്കാൻ കഴിയില്ല. ഡയമണ്ട് ഹാർബർ ജില്ലയിലാണ് ഈ ഫാൾട്ട വരുന്നത്. അഭിഷേക് ബാനർജിയുടെ ഒരു കരുത്തുള്ള ഒരു മേഖലയാണ്. അവിടെ 10 ജന്മമെടുത്താലും ബംഗ്ലാദേശിനെ വെറുക്കുന്ന ഗുജറാത്തി ഗ്യാങ്ങിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഈ ഫാൾട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദില്ലിയിൽ നിന്ന് ഏറ്റവും ശക്തനെ കൊണ്ടുവരൂ, എന്നാലും നിങ്ങൾക്ക് ഫാൾട്ടയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് അഭിഷേക് ബാനർജിയുടെ വെല്ലുവിളി. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോട് പ്രതികരണം ഈ തരത്തിൽ നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൂടി അദ്ദേഹത്തിന്റെ വിമർശനം ഈ ഒരു എക്സ് പോസ്റ്റിൽ നീളുന്നുമുണ്ട്. ജ്ഞാനേഷ് കുമാറിനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ, രണ്ടാം ഘട്ട പോളിംഗിൽ ചർച്ചയായ മേഖലയാണ് ഫാൾട്ട എന്നത്. ജഹാംഗീർ ഖാൻ എന്നത് പ്രദേശത്തെ വലിയ കരുത്തനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ഈ അക്രമ സംഭവങ്ങളിലടക്കം ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിട്ട് ഇന്ന് ആ മണ്ഡലത്തിൽ വോട്ടെടുപ്പില്ലായിരുന്നിട്ട് പോലും അവിടെ ഈ തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്. മാത്രമല്ല ഫാൾട്ടയടക്കം ഇനിയും പല മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ, പല ബൂത്തുകളുടെയും കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി എത്തിയിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തപ്പെട്ട ഒരു തീരുമാനം എടുത്തിരുന്നില്ല. ആകെ 15 ബൂത്തുകളുടെ കാര്യത്തിലാണ് തീരുമാനമെടുക്കുകയും ഇന്നിപ്പോൾ അവിടെ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തത്. എന്തായാലും പശ്ചിമ ബംഗാളിലെ ഫാൾട്ടയിൽ റീപോളിംഗ് അല്ല, പുതുതായി മൊത്തത്തിൽ അഴിച്ചുപണിഞ്ഞ് ഒരു പുതിയ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ മാസം 21-ന് വോട്ടെടുപ്പ് നടക്കും, 24-ന് വോട്ടെണ്ണലും നടക്കും. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.